നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വാറ്റിന്റെ ഫയലിംഗ് നാളെ നോക്കാം. നമുക്ക് ഇന്ന് ഒരു ടാക്സബിൾ പേഴ്സണെ ആഡ് ചെയ്യാം. എങ്ങനെ ഒരു വാറ്റിനകത്ത് ഒരാളെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ഒരാളെ ടാക്സബിൾ പേഴ്സണായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ആളെ രജിസ്റ്റർ ചെയ്യാനായിട്ട്. വാറ്റിനകത്ത് രജിസ്ട്രേഷൻ എടുക്കണ്ടേ. വാറ്റ് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അവിടെ നോക്കാനായിട്ടുണ്ട്. കുറെ ഡോക്യുമെന്റ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതേപോലെ കുറെ അറ്റാച്ച്മെന്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഒരു ആളെ വാറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട്. ആ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യം ഒരാളെ ആഡ് ചെയ്യണം, ടാക്സബിൾ പേഴ്സണായിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, എനിക്കിപ്പോ സഫാനെ എനിക്കിപ്പോ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സഫാനെ ഞാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം സഫാന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനൊരു ടാക്സബിൾ പേഴ്സൺ ആണ്. അപ്പൊ എനിക്ക് എന്താണ് സഫാന് ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സഫാൻ ഇപ്പോൾ ഒരു ടാക്സബിൾ പേഴ്സണായിട്ട് ആദ്യം ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സഫാന് രജിസ്റ്റർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാ, പ്രാക്ടീസ് സ്പോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഏറ്റവും ആദ്യം ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതേപോലെ ആയിരിക്കും ആ ഒരു വിൻഡോ വരാം. ജസ്റ്റ് ഒന്ന് ലോഡ് ആയിക്കോട്ടെ. ഓക്കെ, ഇതേപോലെയാണ് നമ്മളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. നമുക്ക് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അറിയാലോ, ഗവൺമെന്റിന്റെ ആണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ നമുക്ക് ഇതേപോലെ തന്നെ സെയിം ഡിറ്റോ കോപ്പി തന്നെ നമുക്ക് എന്താണ് നമ്മളുടെ പ്രാക്ടീസ് സ്പോട്ടിനകത്ത് കിട്ടും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈൻ വിത്ത് UAE പാസ് ഇട്ട്. അതേപോലെ തന്നെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ലോഗിൻ കൊടുക്കുമ്പോൾ ഇതാണ് നമ്മളുടെ ലോഗിൻ ID എന്ന് പറയുന്നത്. ഇത് എന്തിനാണ്, ഇത് പ്രാക്ടീസ് സ്പോട്ടിന്റെ അല്ല കേട്ടോ, ഇത് ഒറിജിനൽ ആയിട്ടുള്ള ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് ആണ്. ഓക്കെ, അപ്പോ ഈ സൈറ്റിനകത്ത് ഇങ്ങനെയാണ് ലോഗിൻ സ്ക്രീൻ വരാം. ഓക്കെ, നമുക്ക് ഇനി നമ്മളുടെ പ്രാക്ടീസ് സ്പോട്ടിനകത്തേക്ക് പോകാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. കാരണം ഇത് സെയിം തന്നെയാണോ എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോ കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് ഞാനും പിന്നെ നേരെ ഞാൻ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടല്ലോ. ആ ലിങ്ക് ഇട്ട് തരുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് സ്പോട്ട് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിനകത്തേക്കായിരിക്കും പോകുന്നത്. ഇതേപോലെ ആയിരിക്കും പ്രാക്ടീസ് സ്പോട്ടിന്റെ വെബ്സൈറ്റ് അടക്കം. നമുക്ക് ഇതേപോലെ ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്ത് തന്നിരുന്നു. നിങ്ങളുടെ ആ മെയിൽ ഐ ഡി, നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാം. നിങ്ങൾ എന്താണോ ആ ഒരു മെയിൽ ഐ ഡി തന്നത് ആ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും കുറെ പേര് ലോഗിൻ ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ആ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാം. പാസ്വേഡ് ആയിട്ട് 1 മുതൽ 8 വരെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സെയിം പാസ്വേഡ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് 1 മുതൽ 8 വരെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇപ്പൊ തന്നെ ചെയ്യാമോ? ഓക്കെ, ഇപ്പൊ തന്നെ ചെയ്യാമോ? ലാപ്ടോപ്പ് കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്തോ. ബാക്കി നിങ്ങൾ പോയില്ലല്ലേ, വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടോ? ഞാൻ ഫോണിൽ ലോഗിൻ ചെയ്തിരിക്കുന്നു. ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാനൊരു നമുക്ക് പ്രാക്ടീസ് സ്പോട്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനായിട്ടൊക്കെ കുറച്ചുണ്ട്, പിന്നെ അറ്റാച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ യൂസർ നെയിം പാസ്വേഡും കൊടുക്കാം, ലോഗിൻ കൊടുക്കാം. എല്ലാവർക്കും ലോഗിൻ ആയോ? ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇടണേ. ലോഗിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ മെയിൽ ഐ ഡി അടിക്കുന്നത് മെയിൽ ഐ ഡി വന്നില്ലായിരുന്നോ? പ്രാക്ടീസ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കൊടുക്കാം. പ്രാക്ടീസ് സ്പോട്ട് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കോസ്റ്റിംഗ് കാണാൻ പറ്റും. പ്രാക്ടീസ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ, ഇതിനകത്ത് ലോഗിൻ കൊടുക്കാം. അപ്പൊ നമുക്ക് ലോഗിൻ ഇതായിരിക്കും. ഞാൻ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ടാണ് ഇതിവിടെ വന്നിട്ടുള്ളത്. അപ്പോ ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു ഏരിയ വരും. ഈ ഏരിയ ആണ് വരെ പ്രാക്ടീസ് സ്പോട്ടിൽ ലോഗിൻ ചെയ്യാനുള്ളത്. സാർ അതല്ല, ആ യൂസർ നെയിം ഇതല്ലേ? അതെവിടുന്നാ വരുന്ന? ഇതാണ് ഞാനിപ്പോ എടുത്തത്, പ്രാക്ടീസ് സ്പോട്ട് എന്നുള്ള ആ ഒരു അതല്ലേ, ആ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് അത് ഗൂഗിൾ ഫോം ഫിൽ ചെയ്തില്ലല്ലോ.
ആ അതിനകത്ത് തന്നിട്ടുള്ളത് ഓക്കെ ഓക്കെ. നിങ്ങൾ തന്നിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണത്. സജിത്തിന്റെ അല്ലേ? ഇത് കിടക്കുന്നു സജിത്ത് 002@gmail.com അല്ലേ? ഈ യൂസർ നെയിം അടിക്കും. അതെ അതെ. ആ യൂസർ നെയിം അടിച്ചു പാസ്വേഡ് 1 മുതൽ 8 വരെ. ഓക്കെ, അപ്പൊ അത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് നേരെ 1 മുതൽ 8 വരെ കണ്ട പാസ്വേഡ് എല്ലാവർക്കും സെയിം ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കില്ല ഇന്റർഫേസ് വരുന്നത്. കാരണം നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള കോഴ്സിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഇന്റർഫേസ് വരാം. കാരണം ഇവിടെ നമുക്ക് GSTയുടെ ഉണ്ടാവും, GSTR 3B1 അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഫയൽ നമ്മളുടെ ഇവിടെ ഇംപ്രൂവിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുടെ ചെയ്ത് പഠിക്കാനുള്ള GST ചെയ്ത് പഠിക്കണമെങ്കിൽ അതിനുള്ളതൊക്കെ ഉണ്ട്. TDSന്റെ ഉണ്ട്, UABിൽ അങ്ങനെ കുറെ PSI അങ്ങനെ കുറെ ഫയലിംഗിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ മിക്കവാറും വാറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ വാറ്റ് എടുക്കാം. വാറ്റ് എടുക്കുമ്പോൾ നമുക്ക് വാറ്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്കിപ്പോ ഫിൽറ്റർ ആണ് ഞാനിപ്പോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വാറ്റ് മാത്രം ഉള്ളെങ്കിൽ കുഴപ്പമില്ല, ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. വാറ്റിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 7 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈസി, ഇന്റർമീഡിയറ്റ് ലെവലൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്കിനി ഫസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഈ ആൽഫ ട്രേഡിംഗ് LLC want to recognized as a taxable person under UAE corporate tax law. Create a new taxable person as per the data. Okay, നമ്മുടെ കമ്പനിയുടെ പേര് പ്രിസിഷൻ മാനുഫാക്ചറിംഗ് എന്നാണ്. നമ്മൾക്ക് ഒരാളെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരാളെ എന്താണ് വാറ്റിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്താലേ ആളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആളെ ആദ്യം ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ആളെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് പോർട്ട് എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് ഡൗൺലോഡ് കൊടുക്കാം. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡൗൺലോഡ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫോൾഡറിനകത്തേക്ക് നമ്മൾക്ക് എന്താണ് ഞാനിപ്പോ ഡൗൺലോഡ്സിൽ കൊണ്ടുപോയിട്ട് നേരെ അങ്ങോട്ടേക്ക് ഡൗൺലോഡ് ചെയ്തിടുവാണ്. സേവ് കൊടുക്കാം. അപ്പോൾ ഡൗൺലോഡ്സിൽ കൊണ്ടുപോയിട്ടു നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഫോൾഡറിന്റെ പേര് കാണാൻ പറ്റും. കുറെ നമ്പറൊക്കെ വെച്ചിട്ടുള്ള നിങ്ങൾ അത് വേണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കമ്പനിയുടെ പേര് കൊടുക്കും. പ്രിസിഷൻ മാനുഫാക്ചറിംഗോ ആൽഫയെന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കും. അപ്പൊ നിങ്ങൾ ആദ്യം അതൊന്ന് അല്ലെങ്കിൽ പിന്നീട് കാണുമ്പോൾ മനസ്സിലാവില്ല. ആൽഫയെന്നോ അല്ലെങ്കിൽ പ്രിസിഷൻ എന്നോ കൊടുക്കും. ഓക്കെ, അപ്പോ എന്നിട്ട് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓൾ കൊടുക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ഹിയർ ഉണ്ടാവും. ഓക്കെ, എക്സ്ട്രാക്ട് കൊടുക്കണം, മാൻഡേറ്ററി ആണ്. എക്സ്ട്രാക്ട് കൊടുക്കാം, എക്സ്ട്രാക്ട് കൊടുക്കാം. അപ്പോ ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതേപോലെ ഒരു സാധാ ഒരു നോർമൽ ഫോൾഡർ ആയിട്ട് വന്ന് കിടക്കുള്ളൂ. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫോൾഡർ ആയിരിക്കും, സിപ്പ് ഫയൽ ആയിരിക്കും. അത് നിങ്ങൾക്ക് സാധാ ഇതേപോലെ ഒരു ഫോൾഡർ ആയിട്ട് വന്ന് കിടക്കും. അത് ഓപ്പൺ ചെയ്യാം. അവിടെ ആൽഫ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ പറ്റും. ഇവിടെ 2 ഫയലുകൾ കാണാൻ പറ്റും. ഒരു ആൽഫ ട്രേഡിംഗ് LLCയുടെ ഒരു വേർഡ് ഫയലും ഒരു ലോഗോ ഫയലും. ഓക്കെ, ഡൗൺലോഡ് ചെയ്തായിരുന്നു എല്ലാവരും? ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ ചെയ്തു നോക്കോട്ടോ. കാരണം നമുക്ക് ഒരു സ്റ്റെപ്പ് നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. ഫയലിംഗ് കുറച്ച് അധികം, രജിസ്ട്രേഷൻ കുറച്ച് അധികം ഉണ്ട്. അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടിരുന്നത്. ഓക്കെ, ഇതൊന്ന് ചെയ്യാമോ? ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ താമസപ്പെടുന്നേ. പ്രാക്ടീസ് പോർട്ടിന് അതെല്ലാവരും ലോഗിൻ ആയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നേരെ അത് ഡൗൺലോഡ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാം. ആൽഫ എന്ന് പറയുന്നതിന്റെ പ്രിസിഷന്റെ ആൽഫ ചെയ്യുന്നുണ്ടോ? ചെയ്യാം, കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ മാത്രം ചെയ്തു പോയാൽ മതിയോ? നിങ്ങൾക്ക് കൂടെ ചെയ്യണോ? എങ്ങനെയാ വേണ്ടേ? ഹലോ സജിത്തെ ചെയ്തായിരുന്നു? അത് കയറാൻ പറ്റുന്നുണ്ടായിരുന്നോ? കയറിയായിരുന്നോ? ഡൗൺലോഡ് ചെയ്തോ? ഡൗൺലോഡ് ചെയ്തോ അത്? പ്രിസിഷൻ തന്നെയല്ലേ എടുത്തിട്ടുള്ളേ? ഓക്കെ, അപ്പോ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണേ. റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ബാക്കിയുള്ളവർ ബാക്കി അഭിരാമി, സഫാൻ, സീന. ഓക്കെ, അപ്പൊ ഡൗൺലോഡ് ചെയ്തു.
ഇനി നമുക്ക് ഇനി ബാക്കി സ്റ്റെപ്പ് കൂടി ഞാനിപ്പോ പറഞ്ഞുതരാം. നമുക്ക് 2 ഫയലുകളാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. 2 ഫയലുകൾ കിടക്കുന്നുണ്ട്. ആൽഫ ട്രേഡിങ്ങിന്റെ ഒരു ലോഗോയും കിടക്കുന്നുണ്ട്. ഞാൻ ആൽഫ ട്രേഡിങ്ങിന്റെ ആ വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുവാണേ. അപ്പൊ വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഡീറ്റെയിൽസ്, ഓക്കെ, കമ്പനി ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ആൽഫ ട്രേഡിങ്ങിന്റെ പേര്, ആ പേര് ഇംഗ്ലീഷിലുണ്ട്, അറബിക്കിലുണ്ട്, പിന്നെ പ്രിഫേർഡ് ലാംഗ്വേജ് ഇവിടെ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് ആണ്. കമ്മ്യൂണിക്കേഷനും ത്രൂ മെയിൽ ത്രൂ കമ്മ്യൂണിക്കേഷൻ ആണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ക്രിയേറ്റ് എ ന്യൂ ടാക്സബിൾ പേഴ്സൺ എബൌട്ട് ഡാറ്റ, മുകളിലെ ഡാറ്റ അനുസരിച്ചിട്ട് ഒരു ടാക്സബിൾ പേഴ്സണെ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ എന്താണ്, നമ്മുടെ നേരെ പ്രാക്ടീസ് ബോട്ടിനകത്തേക്ക് വരാം. ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തു, എക്സ്ട്രാക്ട് ചെയ്തു, ക്വസ്റ്റ്യൻ നമ്മളുടെ കയ്യിലുണ്ട്. പിന്നെ ഒരു ലോഗോയും കൂടി കിടക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ആളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൾക്കൊരു ലോഗോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരെ പ്രാക്ടീസ് ബോട്ടിനകത്തേക്ക് തന്നെ വീണ്ടും വരാം. വന്നിട്ട് റൺ കൊടുക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടാണ് പ്രാക്ടീസ് ബോട്ടിലേക്ക് ആദ്യം വന്ന് ഡൗൺലോഡ് കൊടുത്തു. ഇനി നേരെ വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് റൺ കൊടുക്കാം. ഓക്കെ, റൺ കൊടുക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നേരത്തെ ഞാനൊരു ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ ഏറ്റവും മുകളിൽ കണ്ടില്ലേ, എങ്ങനെയാണോ അവരുടെ വെബ്സൈറ്റിന്റെ ലോഗിൻ വരുന്നത് ആ സെയിം ഇത് തന്നെയാണ് ഇവിടെയും ലോഗിൻ വരുന്നത്. ലോഗിൻ വിത്ത് UAE പാസ് ഉണ്ട്, അല്ലെങ്കിൽ അല്ലാത്തുള്ള ലോഗിൻ ഒക്കെ ഉണ്ട്. നമുക്ക് ഇത് ലോഗിൻ ചെയ്യാം. എങ്ങനെയാണ് ലോഗിൻ ചെയ്യാം? നമ്മളുടെ പ്രാക്ടീസ് ബോട്ടിന്റെ യൂസർ നെയിം പാസ്വേഡ് അല്ല ഇവിടെ നമുക്ക് പ്രിസിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ യൂസർ നെയിം പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോ ഒരാളെ ആഡ് ചെയ്യണമെങ്കിൽ, എനിക്കിപ്പോ അഭിരാമിനെ എനിക്കിവിടെ എന്താണ് ആഡ് ചെയ്യണമെങ്കിൽ, ഈ ഒരു രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, ബാറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യം ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ മാത്രമേ എനിക്ക് അഭിരാമിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എന്താണ് യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. ഓക്കെ, എന്റെ കമ്പനിയുടെ പേരാണ് പ്രിസിഷൻ കമ്പനി, അഭിരാമിയുടെ കമ്പനിയുടെ പേരാണ് ആൽഫ. ഓക്കെ, അപ്പൊ ഞാൻ ആൽഫനെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്റെ ലോഗിൻ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് വേണം കയറാനായിട്ട്. പ്രിസിഷൻ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രിസിഷൻ, അത് ഞാൻ കോപ്പി ചെയ്തു. നേരെ വന്നിട്ട് റൺ കൊടുത്തതിനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. പാസ്വേഡ് precision@123 ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇത് കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ സ്പേസ് ബാർ കയറി പോരുത്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, സ്പേസ് ബാർ ഒക്കെ ഒന്നും കയറി പോരുത്, അല്ലെങ്കിൽ എറർ വരും. ഒന്നല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക precision@123. എന്നിട്ട് ഈ ലോഗിന്റെ ആ ടെക്സ്റ്റിന്റെ മുകളിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ പറ്റില്ല കേട്ടോ. ടെക്സ്റ്റിന്റെ മുകളിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ആ ലോഗിനെ എഴുതിയാക്കുന്നതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മളുടെ FTAയുടെ വെബ്സൈറ്റിന്റെ ഡാഷ്ബോർഡ്. ഓക്കെ, ഫസ്റ്റ് തന്നെ വരുന്ന ഈ ഒരു വിൻഡോ ആണ്. ഇതാണ് നമ്മൾക്ക് FTAയുടെ ഡാഷ്ബോർഡ് എന്ന് പറയാം. ഇതെല്ലാവർക്കും വന്നോ? പ്രിസിഷൻ, അതേപോലെ തന്നെ പാസ്വേഡ് precision@123. റണ്ണ് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു വിൻഡോ എല്ലാവർക്കും വന്നെങ്കിൽ ഒരു തംസപ്പ് ഇടണേ. വരാത്തവര് പറഞ്ഞാൽ മതി, മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. ഒരാൾക്ക് കിട്ടി, അഭിരാമിയുടെ വന്നു, ബാക്കി സജിത്തെ വന്നായിരുന്നു. ശിവ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ചെയ്യാൻ പറ്റുമോ ആ തിരക്കിനിടയിൽ? സഫാൻ ചെയ്യാൻ പറ്റുമോ? ശ്രീലക്ഷ്മി, മുസീന, മുസീന എന്തായാലും പറഞ്ഞായിരുന്നു, എനിക്കൊന്നും കേട്ടില്ലായിരുന്നു. ചെയ്യുന്നുണ്ടായിരുന്നോ മുസീന? ഹലോ, ശ്രീലക്ഷ്മി, മുസീന ചെയ്യുന്നുണ്ടോ ലാപ്ടോപ്പില്? ഓക്കെ, സജിത്ത് അത് ലോഗിൻ ചെയ്യണേ. precision@123 ക്യാപിറ്റൽ ആണ്. ഓക്കെ, പിന്നെ ചെയ്താൽ മതി, കുഴപ്പമില്ല. തിരക്കിലാണെങ്കിൽ കുഴപ്പമില്ല, വർക്കിനകത്തായിരിക്കുമല്ലോ. അപ്പോ സജിത്തിന്റെ ലോഗിനായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? ലോഗിനായി സാറേ ഒന്നും പറ്റിയിട്ടില്ല. അത് എന്റെ ലാപ്പ് ഹാങ് ആയിരിക്കുക. ഞാൻ ചെയ്തോണ്ട് ലേറ്റ് കുറച്ച് കണ്ട് ചെയ്തോണ്ട്. ഓക്കെ, സജിത്തിന്റെ കയറിയിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ കിട്ടും. ഇനി നമുക്ക് നേരെ ചെയ്യാനായിട്ടുള്ളത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. നമ്മളുടെ വിൻഡോ വന്ന്
ഇതാണ് നമ്മൾ FTA സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ പറ്റും ഫെഡറൽ ടാക്സ് അതോറിറ്റി എമറാറ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണോ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉള്ളത് ആ സെയിം സാധനം തന്നെയാണ്. കാരണം എനിക്ക് ഇതിന് ഒഫീഷ്യലിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റില്ല, എനിക്ക് യൂസർ നെയിം പാസ്വേഡ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് പോർട്ട് ത്രൂ ഒരു മോക്ക് വെബ്സൈറ്റ് ത്രൂ ലോഗിൻ ചെയ്ത്. ഇതിനകത്ത് നമുക്ക് ഇനി ഫസ്റ്റ് തന്നെ ഈ ഹോം എടുക്കാം. ഹോം ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. ക്രിയേറ്റ് ന്യൂ ടാക്സബിൾ പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, ക്രിയേറ്റ് ന്യൂ ടാക്സബിൾ പേഴ്സ്. ഹോമിനകത്ത് ക്രിയേറ്റ് ന്യൂ ടാക്സബിൾ പേഴ്സ്. അപ്പൊ നമുക്ക് പേര് കൊടുക്കാനായിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് കൂടെ കാണിക്കും. പ്രൊഫൈൽ നെയിം ഇൻ ഇംഗ്ലീഷ്, പ്രൊഫൈൽ നെയിം ഇൻ അറബിക്, പ്രിഫേർഡ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ ചാനൽ, അപ്ലോഡ് ഒരു ഫയൽ, എന്തെങ്കിലും ലോഗോ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓപ്ഷണൽ ആണ്, ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ സിമ്പിൾ ആണ്, ഒരു 4 സ്റ്റെപ്പേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് തന്നെ പേര് ഇംഗ്ലീഷിൽ കൊടുക്കണം. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് പേര് എന്താണ്, ഇംഗ്ലീഷ് ആൽഫ ട്രേഡിംഗ് LLC എന്നുള്ളത്. നമ്മളുടെ വേർഡ് ഫയലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പ്രൊഫൈൽ നെയിം അറബിക്കിൽ കൊടുക്കണം. അത് നമ്മളുടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറബിക്കിനകത്ത് കിട്ടണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് എളുപ്പമാണ്. ഇംഗ്ലീഷിലുള്ള പേരുണ്ട്. നിങ്ങൾക്ക് ഇപ്പോ നേരെ ഇംഗ്ലീഷ് ടു അറബിക് ട്രാൻസ്ലേഷൻ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു കമ്പനിയുടെ ട്രാൻസ്ലേഷൻ കിട്ടും. എന്താണ് അറബിക്കിനകത്തേക്കുള്ള ട്രാൻസ്ലേഷൻ കിട്ടും. ഇത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, നിങ്ങൾക്ക് ഇനി അറബിക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, നമ്മുടെ ക്വസ്റ്റിൽ എന്തായാലും തന്നിട്ടുണ്ട്. അപ്പൊ നേരെ എന്താണ് അത് വന്നിട്ട് നമ്മളുടെ പ്രാക്ടീസ് കോഡിനകത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രാക്ടീസ് കോഡിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രിഫേർഡ് ലാംഗ്വേജ് നമ്മളുടെ PDF വേർഡ് ഫയലിലുണ്ട്, ഇംഗ്ലീഷ് ആണ്. കമ്മ്യൂണിക്കേഷൻ ചാനൽ മെയിലാണ്. അത് ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇമെയിൽ SMS ഉണ്ട്, ഇമെയിൽ ഉണ്ട്, ഇംഗ്ലീഷ് അറബിക് ഉണ്ട്. അതിനകത്ത് ഇംഗ്ലീഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞു, എക്സ്ട്രാക്ട് ചെയ്താലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആൽഫയുടെ ഓപ്പൺ ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്താലും മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ലോഗോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഓപ്പൺ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് നേരെ അത് അറ്റാച്ച് ആയിട്ടുണ്ടാവും. ഒന്നും കൂടി കൊടുക്കുകയാണെങ്കിൽ എന്തോ ആയില്ലെന്ന് തോന്നുന്നു. അപ്ലോഡ് ഫയൽ എടുത്തിട്ട് ഒന്നും കൂടി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നേരെ ക്രിയേറ്റ് കൊടുക്കുക. വേറെ ഒന്നും കൊടുക്കണ്ട, ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ടാക്സബിൾ പേഴ്സണെ ക്രിയേറ്റ് ചെയ്യും. ഒന്നുമില്ല, ഒരു 5 സ്റ്റെപ്പേ ഉള്ളൂ. പേര് അറബിക്കിലും ഇംഗ്ലീഷിലും കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ ചാനൽ കൊടുക്കുക, ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ലോഗോയും കൂടി കൊടുക്കുക. ലോഗോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ആൽഫ ട്രേഡിംഗ് എന്നുള്ള ലോഗോയുടെ ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്, ആ ഒരു ഗോൾഡൻ കളറിനകത്തുള്ളത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ആ ഒരു ക്രിയേറ്റ് ചെയ്തു. ഇനി ഇയാളെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാം, നമുക്കിപ്പോ ഓരോ ക്വസ്റ്റിനും ഓരോ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുവാണ്. ആൽഫ എന്നുള്ളത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അത് ഇനി ആൽഫനെ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രാക്ടീസ് കോഡിനകത്ത് ഓരോന്നിനും ഓരോ ക്വസ്റ്റിനും ഓരോ ആക്ടിവിറ്റിക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം, എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. രജിസ്ട്രേഷൻ നമുക്ക് എന്താണ് വേറൊരു കമ്പനി ത്രൂ നമുക്ക് ചെയ്യാം. ഓക്കെ, അത് വേറൊരു പാർട്ടിന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഒരാളെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ കാണേണ്ടത്. ടാക്സബിൾ പേഴ്സണായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കാണേണ്ടത്. ടാക്സബിൾ പേഴ്സന്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. വ്യൂ. ഓക്കെ, ഒരാളെ രജിസ്റ്റർ ചെയ്യാനായിട്ടാണ് വ്യൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ താഴെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് ആയാലും ഈ ഒരു ആൽഫനെ എനിക്ക് എന്തിനകത്ത് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ബാറ്റിനകത്ത്, കോർപ്പറേറ്റ് ടാക്സിനകത്ത്, ടാക്സ് ഗ്രൂപ്പിനകത്തേക്ക്, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് ഒറ്റ ഈ ഒരു ഫെഡറൽ ടാക്സ് അതോറിറ്റിയിൽ തന്നെ നമുക്ക് എന്താണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ GSTക്ക് വേറെ വെബ്സൈറ്റ്, ഇൻകം ടാക്സിന് വേറെ വെബ്സൈറ്റ്, അങ്ങനെ എല്ലാത്തിനും പല വെബ്സൈറ്റുകളാണ്. അതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ഇവിടെ എല്ലാത്തിനും കൂടി ഒരുമിച്ച്. ഇപ്പൊ നോട്ട് രജിസ്റ്റേർഡ് ആയിരിക്കും നിങ്ങൾക്ക് വരാം. ഞാനിത് ഇതിന് മുന്നേ ക്ലാസ്സിൽ ഞാൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ് കിടക്കാം. അപ്പോ ഇവിടെ നോട്ട് രജിസ്റ്റേർഡ് ആയിരിക്കും. ഇത് റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് ഇല്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാനത് ഇപ്പൊ അത് ചെയ്യുന്നില്ല. കാരണം അതെന്താ, ഞാനിപ്പോ ഈ ഒരു ആൽഫ എന്ന് പറയുന്ന കമ്പനി നമുക്ക് രജിസ്റ്റർ ടാക്സബിൾ പേഴ്സണായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് വേറെ കമ്പനി ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ വേറെ കമ്പനി ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോ രജിസ്റ്റർ ചെയ്യാൻ എത്രേ ഉള്ളൂ. ടാക്സബിൾ പേഴ്സന്റെ ലിസ്റ്റിൽ നിന്ന് വ്യൂ കൊടുക്കാം. ഇവിടെ നമുക്ക് ബാറ്റ് എന്നുള്ളത് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ക്ലിക്ക് ചെയ്താൽ
പറഞ്ഞോ സുജിത്തെ. അതെ, ഇവിടം തൊട്ടൊന്ന് കാണിക്കാം. ഒരു മിനിറ്റ്, ഞാൻ പ്രൊഫൈൽ നെയിമിന് ഇംഗ്ലീഷ് തൊട്ട് പ്രൊഫൈൽ നെയിമിൽ അറബിക്കും കൂടി കൊടുക്കാം. റൈറ്റ് സൈഡിൽ അറബിക് ഉണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുക്കും? അറബിക്കിലുള്ള പേര്. ആ വേർഡ് ഫയൽ ഒന്ന് നോക്കിയാൽ വേർഡ് ഫയലിനകത്ത് അറബിക് പേര് എടുപ്പുണ്ടോ? താഴെ വേർഡ് ഫയൽ ഓപ്പൺ ചെയ്തിട്ടില്ലേ? ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തതിന്റെ ഇത് കോപ്പി ചെയ്യണോ? അത് കോപ്പി ചെയ്ത് കൊടുക്കാം. കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും കിടക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷ് തന്നെയാണ്, കുഴപ്പമില്ല. പ്രിഫേർഡ് ചാനൽ, കമ്മ്യൂണിക്കേഷൻ ചാനൽ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അവിടെ മെയിൽ ഐ ഡി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓൾറെഡി മെയിൽ ഐ ഡി ആയിരിക്കും, കുഴപ്പമില്ല, അതന്നെ മതി. മെയിൽ ഐ ഡി ആണ്. ഇനി നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാണ്ട് ആ ബ്ലൂവിനകത്ത് ലോഗോ അപ്ലോഡിനകത്ത് ക്ലിക്ക് ചെയ്യാം. നമ്മളെ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഓപ്പൺ ചെയ്യാമോ? ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ, എക്സ്ട്രാക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ അവിടെ തന്നെ അതിനകത്ത് തന്നെ ഓപ്പൺ ചെയ്തു. ആ സെലക്ട് കൊടുത്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തില്ലായിരുന്നോ? എക്സ്ട്രാക്ട് ചെയ്തല്ലേ? ഓക്കെ, ഇത് വേണ്ട, ഇതാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ജസ്റ്റ് ഇതൊന്ന് അത് ക്ലോസ് ചെയ്തോ ഫോട്ടോ. നമുക്ക് ആ പ്രാക്ടീസ് സ്പോട്ട് എടുത്തേ. പ്രാക്ടീസ് സ്പോട്ട് വെബ്സൈറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യും. ആ ലെഫ്റ്റ് സൈഡിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും. അതിനകത്ത് ഉണ്ടാവും ചിലപ്പോ. ലെഫ്റ്റ് സൈഡിൽ ഡൗൺലോഡ്സ് കിടക്കുന്നുണ്ടാവും. അതിനകത്ത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡർ ആഡ് ചെയ്യായിരുന്നു അത്. ഫയൽ അവിടെ കിടക്കുന്നുണ്ടോ? ഫയൽ ഓപ്പൺ കൊടുത്താൽ അല്ല, പ്രാക്ടീസ് സ്പോട്ടിൽ കയറിയിട്ട് ചൂസ് ചെയ്താൽ മതി. അങ്ങനെയല്ല, പ്രാക്ടീസ് സ്പോട്ട് എടുക്കാം. ഇങ്ങനെ ചൂസ് ചെയ്യും. ആ ഡൗൺലോഡ്സിൽ കയറിയിട്ട് എവിടെയാണ് ആ ഫോൾഡർ കിടക്കുന്നത്? ഡൗൺലോഡ്സിലായിരിക്കും മിക്കവാറും കിടക്കുന്നത്. എന്താ അത് കാണിക്കുന്നത്? ഫയൽ എന്നും പറഞ്ഞാ വരുന്നത്. ഫയൽ നെയിം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ കൊടുക്കണേ, എന്നിട്ട് അപ്ലോഡ് കൊടുത്തേ. അല്ല, അതല്ല, ബാക്ക് ആ റൈറ്റ് സൈഡിലുള്ള അപ്ലോഡ് ഇല്ലേ, ആ ഒരു യെല്ലോ കളറില ഇതിന്റെ സബ്മിറ്റ് ആണോ ഓക്കെ ആണോ? ക്രിയേറ്റ്, ആ ക്രിയേറ്റ് കൊടുക്കാം. ക്രിയേറ്റ് ആയില്ലേ? ഓക്കെ, ആള് ക്രിയേറ്റ് ആയി. ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ ലോഗോ വന്നിട്ടില്ല. ലോഗോ അപ്ലോഡ് ചെയ്തതിന്റെ എന്തൊരു മിസ്റ്റേക്ക് ആണ്. അത് എക്സ്ട്രാക്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തത് എക്സ്ട്രാക്ട് ചെയ്താൽ മാത്രമേ അപ്ലോഡ് ആവുള്ളൂ. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്തത് ഇതാണ്. എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് കാണില്ല കൃത്യമായിട്ട്. ലാപ്പില് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. അല്ല ലാപ്പില് മീറ്റ് ലാപ്പിലാണ് കയറിയാക്കണേ. ഫോണില ഇത് ചെയ്യുന്ന ഫോണിലോട്ട് മാറിയത്. ഓക്കെ, മീറ്റിലായിരുന്നെങ്കിൽ എനിക്ക് അത് സ്ക്രീൻ പ്രസന്റ് ചെയ്ത് തന്നാൽ മതിയായിരുന്നു. ആണോ? കുഴപ്പമില്ല. ഈ ആൽഫ ഞാൻ ഡൗൺലോഡ് ചെയ്തത് സംഭവം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഡൗൺലോഡ് ചെയ്തത് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് എക്സ്ട്രാക്ട് കൊടുത്തായിരുന്നു. ഇത് ഈ ആൽഫ LLC എടുത്ത് ലോഗോ എക്സ്ട്രാക്ട് ചെയ്യണോ? ലോഗോ അല്ല, ആ ആൽഫ LLC എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ചെയ്തതാണോ? ഡൗൺലോഡ് ചെയ്തിട്ട് ആ ബാക്ക് അടിച്ച് ഡൗൺലോഡ്സ് എടുത്തു. ആ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കാം. എക്സ്ട്രാക്ട് ഓൾ ആണ് ഹിയർ? അതെ, അത് കൊടുക്കാം. കൊടുത്തു. ഓക്കെ കൊടുത്തു, എക്സ്ട്രാക്ട് കൊടുത്തു. ഇപ്പൊ ഇത് ക്ലോസ് ചെയ്തോ. ഇത് ക്ലോസ് ചെയ്താല് നമുക്കിത് ഇപ്പൊ ഒരു ഫോൾഡർ ആയിട്ട് വന്ന് നടക്കുന്നില്ല അവിടെ. സെയിം പേജിൽ തന്നെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ വർക്ക് ആയിക്കോളും. ഓക്കെ, അതേപോലെ ചെയ്താൽ എക്സ്ട്രാക്ട് ചെയ്തില്ലെങ്കിൽ വർക്ക് ആവില്ല. എക്സ്ട്രാക്ട് ചെയ്താലേ വർക്ക് ആവുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? ഞാൻ ഒന്നുകൂടെ എനിക്ക് ഇതാക്കണോ? ഒന്നും കൂടി ചെയ്ത് നോക്കിയാൽ വർക്ക് ആയിക്കോളും. ഓക്കെ, അഭിരാമി, സഫാൻ, ശ്രീലക്ഷ്മി, മുസീന, നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഓക്കെ, അപ്പോ
ഒന്നും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഫയല് ഇതേപോലെ സിപ്പ് ഫയലായിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മളത് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് എക്സ്ട്രാക്ട് ആദ്യമേ ചെയ്ത് വെച്ചേക്കും. അപ്പൊ സാധാരണ ഒരു ഫോൾഡർ ആയിട്ട് വരും. ഇതിനകത്തുള്ള ഫയല് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടിനകത്തും സെയിം ഫയലുകളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഈ ഒരു സിപ്പ് ഫോൾഡറിനകത്തുള്ള ഫയൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. സാധാ നോർമൽ ഫോൾഡറിലുള്ള ഫയൽ മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മളുടെ പ്രാക്ടീസ് കോഡിനകത്തേക്ക് വരാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ് ഈ ഒരു രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നു. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാം. ഒരു 7 സ്റ്റെപ്പ് ഉള്ള പ്രൊസീജിയർ ആണ്. അത് നമുക്ക് ചെയ്യാം. പക്ഷെ ആൽഫ വെച്ച് ചെയ്യണ്ട, അതിന് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ടാക്സബിൾ പേഴ്സൺ ആഡ് ചെയ്യാം. ഇനി ആളെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വ്യൂവിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഹോമിനകത്തുള്ള ടാക്സബിൾ പേഴ്സണിനകത്ത് വ്യൂവിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് താഴെ കാണിക്കും വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് എന്നൊക്കെ. വാറ്റിന്റെ അവിടെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ കൊടുക്കാം. അപ്പൊ ഇതേപോലെ ഒരു വിൻഡോ വരും. ഈ ഒരു 7 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ഒരാളെ വാറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ലോഗോ വന്നില്ലേ? ഇനി ആ ഒരു വ്യൂവിനകത്ത് ക്ലിക്ക് ചെയ്യാമോ? വ്യൂവിനകത്ത് ഓക്കെ, അവിടെ ഇനി ആ ഒരു വാറ്റിന്റെ നേരെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ഉണ്ടാവും. താഴേക്ക് പോയി ആ വാറ്റിന്റെ അവിടെ റൈറ്റ് സൈഡിൽ 3 ഡോട്ടിന്റെ അവിടെ ക്ലിക്ക് ചെയ്യാമോ? അതെ, രജിസ്റ്റർ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരാളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആദ്യം വാറ്റിനകത്ത് ആഡ് ചെയ്തു, എന്നിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷന്റെ പ്രോസസ്സ് ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടാവും. ഇത് ഫില്ല് ചെയ്താൽ ഒരാളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനില്ല. ഇനി അത് നേരെ ക്ലോസ് ചെയ്തു. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പ്രാക്ടീസ് കോഡ് എടുക്കാം. ലെഫ്റ്റ് സൈഡ് മുകളിൽ user@gmail പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇതിന്റെ ബാക്കിലാണ് കിടക്കുന്നത്. ഓക്കെ, ആ ഒരു ബട്ടൺ ഇതിന്റെ പുറകിലാണ് കിടക്കുന്നത്. അതിപ്പോ എന്തായാലും വരുന്നില്ല. ഞാനപ്പോ നേരെ ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ഒന്നുകൂടി പ്രാക്ടീസ് കോഡ് എടുക്കും. നെക്സ്റ്റ് ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ആണ്. ഒരാളെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഫാൽക്കൺ ടെക് നീഡ്സ് ടു ബി രജിസ്റ്റേർഡ് ഇൻ ദ വാറ്റ് സിസ്റ്റം. കൺസിഡർ ദ ഗിവൺ ഡാറ്റ ആൻഡ് രജിസ്റ്റർ ദ കമ്പനി ഇൻ വാറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫാൽക്കൺ. ഇതാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോ ആൽഫനെ ടാക്സബിൾ പേഴ്സണായിട്ട് ആഡ് ചെയ്തു. ഇനി ആൽഫനെ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വേറെ ക്വസ്റ്റ്യനിൽ ചെയ്ത് പഠിക്കാം. രജിസ്ട്രേഷൻ വേറെ, ഇത് വേറെ ആയിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഫാൽക്കനെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഫാൽക്കനെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് കൊടുക്കാം. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യാണ്. ഫാൽക്കൺ എന്നുള്ളൊരു പേരിനകത്ത് ഡൗൺലോഡ് ചെയ്തു. ഇത് നിങ്ങൾ ഇനി ഒരുമിച്ച് ചെയ്യേണ്ട കേട്ടോ, കാരണം ഇത് കുറെ ചെയ്യാനുണ്ട്. അപ്പൊ കുറെ അറ്റാച്ച്മെന്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം, മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലായിക്കോളും, കുഴപ്പമില്ല. കുറച്ചധികം അറ്റാച്ച്മെന്റ് ഉണ്ടെന്നുള്ളൂ. ഞാനപ്പോ അത് ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയൽ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യാം, എക്സ്ട്രാക്ട് കൊടുക്കാം. ഓക്കെ, ആദ്യമേ തന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ടു. അപ്പൊ ഒരു ഫോൾഡർ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഫാൽക്കൺ എന്നുള്ളൊരു സാധാരണ നോർമൽ ഫോൾഡർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി ഫാൽക്കൺ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. ഓക്കെ, ഇത് മൈൻഡ് ചെയ്യണ്ട. ഫാൽക്കൺ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്താൽ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ എടുക്കുന്നുണ്ട്. ഡോക്യുമെന്റ് ടു അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോൾഡർ എടുക്കുന്നുണ്ട്. ഇത്രയും അധികം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഒരാളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ ഉണ്ട്. നമുക്ക് ഈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ ആദ്യം ഓപ്പൺ ചെയ്യാം. രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽ ആണ്. രജിസ്ട്രേഷൻ ഡീറ്റെയിൽ ഇവിടെ കിട്ടി. ഇതിനകത്ത് കുറെ ഡാറ്റാസ് ഉണ്ട്. നമുക്ക് കുറെ ഫില്ല് ചെയ്യാനുണ്ട്. ഒരു ഫോം ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ കുറെ ഫില്ല് ചെയ്യാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. കുറെ അപ്ലോഡ് ചെയ്യാനും പറയുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ ഒരു 7 സ്റ്റെപ്പാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാം. ഫാൽക്കണിന്റെ അവിടെ റൺ കൊടുക്കാം. അപ്പൊ നേരെ എന്താണ് നമ്മളുടെ ലോഗിൻ ഐ ഡി വരും. ഫെഡറൽ ടാക്സ് അതോറിറ്റിയിൽ ലോഗിൻ ചെയ്യാൻ പറയും. യൂസർ നെയിം ഫാൽക്കൺ എന്നാണ്, ക്യാപിറ്റൽ. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റിനകത്ത് ഉണ്ടാവില്ല.
ഫാൽക്കൺ എന്ന് കൊടുക്കാം. പാസ്വേഡ് falcon@123. ഓക്കെ, എല്ലാ ക്വസ്റ്റിന്റെയും പേര് യൂസർ നെയിമും അതിന്റെ പേര് @123 ആണ് പാസ്വേഡ് വരാം. falcon@123. നേരെ ലോഗിൻ കൊടുക്കാം, ലോഗിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആൽഫ എന്ന് പറയുന്ന നമ്മളിപ്പോ ആഡ് ചെയ്ത ഒരു കമ്പനി ഇവിടെ ഉണ്ട്. വ്യൂ കൊടുത്താൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഫാൽക്കൺ എന്ന് പറയുന്ന കമ്പനി വേറെ ആഡ് ചെയ്ത് കിടക്കുന്നുണ്ട്, അതും വ്യൂ കൊടുത്താൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫാൽക്കണിന്റെ അവിടെ വ്യൂ കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാറ്റിനകത്ത് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം, രജിസ്റ്റർ കൊടുക്കാം. ബാറ്റിനകത്ത് രജിസ്റ്റർ കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു 7 സ്റ്റെപ്പ് ഉള്ള ഒരു പ്രോസസ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോന്നായിട്ട് കൊടുക്കാം. ഓക്കെ, കുറെ കാര്യങ്ങളുണ്ട്. ഒരു 3 വരെ, മൂന്നാമത്തെ സ്റ്റെപ്പ് വരെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി എഴുതാനുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കുക, കുഴപ്പമില്ല. നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോവാം. ഫസ്റ്റ് തന്നെ എൻറ്റിറ്റി ടൈപ്പ് ആണ്. ഞാനിപ്പോ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഫാൽക്കണിന്റെ എൻറ്റിറ്റി ടൈപ്പ് ആണ്. അവരുടെ ടൈപ്പ് ഇവിടെ നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാ ഡീറ്റെയിലും നമുക്ക് ഈ ഒരു ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വേർഡ് ഫയൽ, ക്വസ്റ്റിനകത്തുള്ള വേർഡ് ഫയൽ എല്ലാ ഡീറ്റെയിലും ഉണ്ട്. ഒന്നിനും പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല, എല്ലാം കിടക്കുന്നുണ്ട്. എൻറ്റിറ്റി ടൈപ്പ് നാച്ചുറൽ പേഴ്സൺ തന്നെയാണ്. ഓക്കെ, അത് അവിടെ ലീവ് ചെയ്തു. ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, അതുകൊണ്ട് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് നെയിം ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ പേരിവിടെ പറയുന്നുണ്ട്. താഴെ ഫസ്റ്റ് നെയിം പറയുന്നത് അർജുൻ മെഹ്തയാണ്. അപ്പോ ഫസ്റ്റ് നെയിം കൊടുക്കേണ്ടത് നമ്മളുടെ ആ ഒരു ഡയറക്ടറുടെ, ആ ഒരു ഓണറുടെ പേരാണ്. കൺട്രോൾ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ V. ലാസ്റ്റ് നെയിം കൊടുക്കാം, ആ ഓണറുടെ ലാസ്റ്റ് നെയിം കൊടുക്കാം, കൺട്രോൾ C, കൺട്രോൾ V. അറബിക്കിൽ കൊടുക്കാം, ഈ അർജുൻ മെഹ്തയുടെ പേര് അറബിക്കിൽ, അതും നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതും കോപ്പി ചെയ്തിട്ട് കൊടുക്കാം, കൺട്രോൾ C, കൺട്രോൾ V. ഇവിടെയും കോപ്പി ചെയ്തിട്ട് കൊടുക്കാം, കൺട്രോൾ C, കൺട്രോൾ V. നമ്മളുടെ ആളുടെ പേര്, ആ ഒരു ഓണറുടെ പേര്, യൂസർ എന്താണ് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുത്തു. ഇംഗ്ലീഷിലും അതേപോലെ തന്നെ അറബിക്കിലും കൊടുത്തു. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഓക്കെ, ആ ഓണറുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട് 15/7/1988. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും. നമുക്ക് ആ 2026 ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് സെലക്ട് ആവും. നമുക്ക് ആ വർഷം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, 1988, 1988. ഏതായിരുന്നു മന്ത്, ഏതായിരുന്നു? ജൂലൈ 15-ാം തീയതി. അപ്പൊ ജൂലൈ 15th എടുത്ത് കൊടുത്തു. ഓക്കെ, 07 അത് ഡേ രണ്ടാമത്, മന്ത് ആദ്യം, അങ്ങനെയാണ് വന്ന് കിടക്കുന്നത്. ഫോർമാറ്റ് അതിനകത്ത് മാറി കിടക്കുകയാണ്. അപ്പൊ ആദ്യം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, 98 ജൂലൈ 15 സെലക്ട് ചെയ്ത് കൊടുക്കാം. ആർ യു റെസിഡന്റ് ഓഫ് UAE? UAE-ലുള്ള റെസിഡന്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെസിഡന്റ് ഓഫ് UAE യെസ് ആണ്. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എമിറേറ്റ് ID, ആളുടെ എമിറേറ്റ് ID കൊടുക്കണം, ഓണറുടെ എമിറേറ്റ് ID കൊടുക്കണം. അതും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം, കൺട്രോൾ C. എമിറേറ്റ് ID എല്ലാം തന്നിട്ടുണ്ട്. എമിറേറ്റ് ID തന്നു. എമിറേറ്റ് IDയുടെ എക്സ്പയറി ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോ രണ്ടാമത് വേറൊരു കാര്യം പറയുന്നുണ്ട്. എമിറേറ്റ് IDയുടെ സൈഡിൽ തന്നെ അപ്ലോഡ് എമിറേറ്റ് ID പറയുന്നുണ്ട്. അപ്ലോഡ്, ഒരു കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പൊ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ഈ ഒരു ഡോക്യുമെന്റ്സ് ടു അപ്ലോഡ് എന്നുള്ളത്. നമ്മുടെ ഫാൽക്കണിനകത്ത് തന്നെ ഡോക്യുമെന്റ്സ് ടു അപ്ലോഡ് എന്ന് പറഞ്ഞതിനകത്ത് കുറെ ഫയലുകൾ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണ്ട ഫയലുകളെല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് അപ്പൊ നേരെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് പോർട്ടലിനകത്തേക്ക് വരാം. ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ സൈറ്റിനകത്തേക്ക് വരാം. അപ്ലോഡ് ഫയൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കാം, ഫാൽക്കൺ ആണ്. ഫാൽക്കണിനകത്ത് ഡോക്യുമെന്റ്സ് ടു അപ്ലോഡ്, ഇവിടെ നമുക്ക് എന്താണ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എമിറേറ്റ്സ് IDയുടെ കോപ്പിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കുറെ ഉണ്ടാവും. അതിനകത്ത് എമിറേറ്റ്സ് ID ഇവിടെ താഴെ പറയുന്നത് അർജുൻ മെഹ്ത എമിറേറ്റ്സ് ID സാമ്പിൾ. ഓപ്പൺ കൊടുക്കാം. ഓക്കെ, അത് അവിടെ അറ്റാച്ച് ചെയ്തു. അതിന്റെ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എമിറേറ്റ്സ് IDയുടെ ഡ്യൂ ഡേറ്റ് ആണ്, എക്സ്പയറി ഡേറ്റ് ആണ് പറയുന്നത്. എക്സ്പയറി ഡേറ്റ് നമ്മളുടെ വേർഡ് ഫയൽ ഉണ്ടാവും. 30/6/2029 ടൈപ്പ് ചെയ്ത് കൊടുക്കും. 30/06/2029. കൺട്രി ഓഫ് നാഷണാലിറ്റി, ഇന്ത്യ ആണ്. കൺട്രി ഓഫ് നാഷണാലിറ്റി 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കൺട്രി ഓഫ് നാഷണാലിറ്റി അത് 2 ഇന്ത്യ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ഫസ്റ്റ് സപ്ലൈ ഇൻ UAE-ലുള്ള ഫസ്റ്റ് സപ്ലൈ ചോദിച്ചിട്ടുണ്ട്. 1/4/2023 ആണ്. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 01/04/2023. പാസ്പോർട്ട് ഇഷ്യൂയിങ് ഡേറ്റ്, പാസ്പോർട്ടും കൂടി കൊടുക്കണം. ഓക്കെ, പാസ്പോർട്ട് ഇഷ്യൂയിങ് കൺട്രി ആണ് അത് ചോദിച്ചിട്ടുള്ളത്. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത കൺട്രി എന്താണ്? ഇന്ത്യയാണ്. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത കൺട്രി ഇന്ത്യയാണ്. അപ്പൊ അത് ഇന്ത്യ കൊടുത്തു. അപ്ലോഡ് കോപ്പി ഓഫ് പാസ്പോർട്ട്. ഇപ്പോ ഇന്ത്യയിലുള്ള ഏതോ ആരോ ആണ് UAE-യിൽ സ്ഥിരതാമസമാക്കിയിട്ട് അവിടെ റെസിഡൻസി എടുത്തിട്ട്
അവിടെ വാറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പാസ്പോർട്ട് കൊടുക്കാം, അപ്ലോഡ് പാസ്പോർട്ട് കൊടുക്കാം. ഇവിടെ അതിനും എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അർജുൻ മെഹ്ത്ത പാസ്പോർട്ട് സാമ്പിൾ എന്നുള്ളൊരു പേരുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിന്റെ പാസ്പോർട്ടിന്റെ സാമ്പിൾ അറ്റാച്ച് ചെയ്തു. പാസ്പോർട്ടിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. പാസ്പോർട്ടിന്റെ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. പാസ്പോർട്ടിന്റെ നമ്പർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വേർഡ് ഫയലിൽ. അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. പാസ്പോർട്ടിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 20/11/31. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 20/11/2031. 20/11/2031. അതും കൊടുത്തു. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അപ്ലോഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ആ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത്, ഏറ്റവും അവസാനം. അതും അപ്ലോഡ് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് അതും തന്നിട്ടുണ്ടാവും. കോർപ്പറേഷന്റെ കിടക്കുന്നുണ്ട് ഫാൽക്കൺ ടെക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അത് സെലക്ട് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. എല്ലാത്തിന്റെ ഫയലുകൾ ഉണ്ട്. നിങ്ങൾ ഇത്രയും ഫയലുകൾ ഒരാളുടെ കളക്ട് ചെയ്തിട്ട് വേണം ഒരാളെ ബാറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട്. നമുക്കിപ്പോ ട്രെയിനിങ്ങിന്റെ സമയത്ത് എല്ലാ ഫയലുകളും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരാളെ റിയൽ ടൈമിൽ ചെയ്യുമ്പോൾ ഇത്രയും ഫയലുകളെല്ലാം നിങ്ങൾ കളക്ട് ചെയ്തിട്ട് വേണം, ആളുടെ നിന്ന് കളക്ട് ചെയ്തിട്ട് വേണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എൻറ്റിറ്റി ഡീറ്റെയിൽ ആണ്. എൻറ്റിറ്റി ഡീറ്റെയിൽസിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ആ ഒരു ഓണറുടെ പേരും ആളുടെ എമിറേറ്റ് ഐ ഡിയും അതിന്റെ കോപ്പി, പാസ്പോർട്ടും അതിന്റെ കോപ്പി, ഇൻകോർപ്പറേഷനും നമ്മളവിടെ കൊടുത്തു. എന്നിട്ട് റൈറ്റ് സൈഡ് താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും, ഏറ്റവും താഴെ നെക്സ്റ്റ് കൊടുക്കാം. രണ്ടാമത്തെ സെക്ഷനകത്തേക്ക് വരും. ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽ ആണ് രണ്ടാമത്തെ സെക്ഷൻ. നമുക്കത് ഫസ്റ്റ് തന്നെ കൊടുക്കാം. ഡു യു ഹാവ് എ ട്രേഡ് ലൈസൻസ് ഇൻ UAE? UAE-നകത്ത് ട്രേഡ് ലൈസൻസ് ഉണ്ടോന്നാണ്. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ സെക്ഷൻ എടുക്കാം. ആ PDF-നകത്ത് നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഡീറ്റെയിൽ വന്നാൽ ഈ വേർഡ് ഫയൽ നോക്കിയാൽ മതി. ട്രേഡ് ലൈസൻസ് ഉണ്ടോ? യെസ് ആണ്. അത് യെസ് ആണ് കൊടുക്കാം. ട്രേഡ് ലൈസൻസ് യൂസിങ് ഇഷ്യൂയിങ് അതോറിറ്റി. എന്ത് അതോറിറ്റിയാണ് ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്? അത് ഇഷ്യൂയിങ് അതോറിറ്റിയോട് പറയുന്നത് ദുബായ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആണ്. അപ്പൊ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദുബായ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഏറ്റവും ലാസ്റ്റ് കാണാൻ പറ്റും. ദുബായ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊടുത്തു. ട്രേഡ് ലൈസൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് വേർഡ് ഫയലിനകത്ത് തന്നെ ട്രേഡ് ലൈസൻസ് നമ്പർ ഇവിടെ കാണാൻ പറ്റും. അത് കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ലൈസൻസ് ഇഷ്യൂന്റെ ഡേറ്റ് 5/3/25 ആണ്. 05/03/2025. ഓക്കെ, ലൈസൻസിന് ട്രേഡ് ലൈസൻസിന്റെ എക്സ്പയറി ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അത് 04/03/2026. ഓക്കെ, ഒരു വർഷത്തേക്കുള്ളതാണ്. 04/03/2026. ഒരു വർഷത്തേക്കുള്ള ലൈസൻസിന്റെ ഇഷ്യൂ ഡേറ്റ് കൊടുത്തു, എക്സ്പയറി ഡേറ്റ് കൊടുത്തു. ട്രേഡ് നെയിമിൽ ഇംഗ്ലീഷിൽ നമ്മൾ ട്രേഡ് നെയിം കൊടുക്കണം. ട്രേഡ് നെയിം എന്താണ്? ഫാൽക്കൺ എഡ്ജ് ആണ്. ഓക്കെ, ഇവിടെ ട്രേഡ് നെയിം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല, ഏറ്റവും മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. ട്രേഡ് നെയിം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിലാണ്. ഫാൽക്കൺ എഡ്ജ് കൊടുത്തു. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് അറബിക്കിലും കൊടുക്കേണ്ടി വരും. അറബിക്കിൽ അതിന്റെ ഇവിടെ കൊടുത്തിട്ടില്ല, അറബിക്കിനകത്തുള്ളത് കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ ഇംഗ്ലീഷിലുള്ള പേര് കോപ്പി ചെയ്യാം. അറബിക് ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് അത് ഇംഗ്ലീഷ് ടു അറബിക് ട്രാൻസ്ലേഷൻ എടുക്കാം. എന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരെ ഇത് കോപ്പി ചെയ്യാം. ഇത് കോപ്പി ചെയ്തെടുക്കാം. ഈ ഒരു അറബിക് ആയിട്ടുള്ളത് കോപ്പി ചെയ്തെടുക്കാം. അത് നേരെ നമുക്ക് ഇവിടെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. സിമ്പിൾ ആയിട്ട് കഴിയുന്നതാണ്. അപ്ലോഡ് ഫയൽ എന്തിന്റെയാണ്? ട്രേഡ് ലൈസൻസിന്റെ കോപ്പി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ഫയൽ കൊടുക്കാം. ട്രേഡ് ലൈസൻസിന്റെ കോപ്പി ഇവിടെ കാണാൻ പറ്റും. ട്രേഡ് ലൈസൻസ് ഇവിടെ കാണാൻ പറ്റും. ഫാൽക്കൺ ടെക് ട്രേഡ് ലൈസൻസ് സാമ്പിൾ. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോ സാമ്പിൾ സെലക്ട് ആയിരുന്നുള്ള രീതിയിൽ ഓക്കെ കൊടുക്കാം. അപ്പൊ അതിന്റെ സാമ്പിൾ അറ്റാച്ച് ആയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, ആഡ് ബിസിനസ് ഡീറ്റെയിൽ നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുക്കേണ്ടി വരും. ആഡ് ബിസിനസ് ഡീറ്റെയിൽ എന്നുള്ളത് റൈറ്റ് സൈഡിലുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽ ആണ്. ട്രേഡ് ലൈസൻസിന്റെ കാര്യമാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. പിന്നെ അതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ പറയുന്നത് ലൈസൻസ് എന്താണ് ബിസിനസ് ആക്ടിവിറ്റി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ ഇതേപോലെ ഒരു വിൻഡോ വരും. ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആക്ടിവിറ്റി എന്താണെന്ന് അറിയാനായിട്ടാണ്. ആക്ടിവിറ്റി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ പറയുന്നുണ്ട് ബിസിനസ് ആക്ടിവിറ്റി ലൈസൻസ് ഡീറ്റെയിൽസിനകത്ത് ബിസിനസ് ആക്ടിവിറ്റി സിവിൽ ഏവിയേഷൻ ഇൻഫർമേഷൻ സർവീസ് ആണ്. നമുക്ക് അതിലൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സിവിൽ ഏവിയേഷൻ ഇൻഫർമേഷൻ സർവീസ്
അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ താഴെയുള്ളതെല്ലാം ഫില്ലായിട്ട് വരും. ഓക്കെ, താഴെയുള്ളതെല്ലാം ഫില്ലായിട്ട് വരും. സബ് ഗ്രൂപ്പ്, മെയിൻ ഗ്രൂപ്പ് എല്ലാം ഫില്ലായിട്ട് വരും. ആഡ് കൊടുക്കാം. ഓക്കെ, ആഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽ തന്നു. ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിലിനകത്ത് എന്താ വരാം? ട്രേഡ് ലൈസൻസിന്റെ ഡീറ്റെയിലും അതേപോലെ തന്നെ ബിസിനസ് ആക്ടിവിറ്റി എന്താണെന്നാണ് നമ്മൾ ഒരു ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽ കൊടുക്കേണ്ടത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. റൈറ്റ് സൈഡ് താഴെ നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെയാണ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ കൊടുക്കാനുള്ളത്. മൂന്നാമത്തെ എലിജിബിലിറ്റി ഡീറ്റെയിൽ. ഒരാൾ എങ്ങനെ വാറ്റ് രജിസ്റ്റർ ആവാൻ എലിജിബിൾ ആവാം? ഒരാൾ എങ്ങനെ വാറ്റ് രജിസ്റ്റർ ആവാനായിട്ട് എലിജിബിൾ ആവാം? ഒരു കമ്പനിക്ക് വാറ്റിനകത്ത് രജിസ്ട്രേഷൻ എടുക്കണം. ആളെങ്ങനെ എലിജിബിൾ ആവും? എപ്പോഴാണ് ആൾക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും എന്നറിയാൻ പറ്റുന്നത്? എപ്പോഴായിരുന്നു? ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, ത്രെഷോൾഡ് ലിമിറ്റ് എത്രയായിരുന്നു? ത്രെഷോൾഡ് ലിമിറ്റ് എത്രയാണ്? മറന്നുപോയോ? ഒരു ലക്ഷത്തി 1,87,500 വോളണ്ടറി. 1,87,500. മാൻഡേറ്ററി എന്ന് പറയുന്നത് 3,75,000 ദർഹംസ്. ഓക്കെ, അപ്പൊ നമുക്ക് 3,75,000 ദർഹംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോ അതാണ് നമുക്ക് എലിജിബിലിറ്റി ഡീറ്റെയിൽസ് എന്ന് മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് താഴേക്ക് വരാം. എലിജിബിലിറ്റി ഡീറ്റെയിൽസിനകത്ത് വരുമ്പോൾ ഇവിടെ എന്തോരണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്? പ്ലീസ് ഡൗൺലോഡ് ദ ടെംപ്ലേറ്റ് ആൻഡ് ദെൻ upload it after filling taxable supplies detail are mentioned in the template. അപ്പോൾ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ഇവിടെ. ആ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളുടെ ടാക്സബിൾ ഡീറ്റെയിൽസിന്റെ ഡീറ്റെയിൽ അവിടെ കൊടുക്കാനാ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നില്ല, നമ്മൾക്ക് ഓൾറെഡി അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യേണ്ടത്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. അപ്പോ ഇത് ഇനി ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഡൗൺലോഡ് ടെംപ്ലേറ്റ് കൊടുക്കാം. ഞാനത് ഇവിടെ എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടാണ് നേരെ അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ടെംപ്ലേറ്റ്. ഇവിടെ നമുക്ക് മന്ത് ഉണ്ട്. ഓരോ മന്ത് ഇവിടെ എനേബിൾ എഡിറ്റിംഗ് കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നും അതിനകത്ത് ഫില്ല് ചെയ്യാനില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഞാനിങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എങ്ങനെയാണ് ഏകദേശം ഒന്ന് കാണിച്ചു തരാനായിട്ടാണ്. ഒരു 5 മാസം അവിടെ ആഡ് ചെയ്തു. എമൗണ്ട് ഞാനിപ്പോ ഫസ്റ്റ് മാസം ഒരു 80,000 ആണ് എന്റെ ടാക്സബിൾ സപ്ലൈ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 80,000 ആണ്. അപ്പൊ അതിന്റെ ക്യുമുലേറ്റീവ് എമൗണ്ട് എത്രയാണ്? ഈ സെയിം എമൗണ്ട് തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് എന്താണ് 1 lakh വന്നിട്ടുണ്ട്. 1 lakh ഏരിയയുടെ കച്ചവടം ഞാൻ അവിടെ ചെയ്തു. അപ്പൊ ക്യുമുലേറ്റീവ് എമൗണ്ട് എത്രയും 80,000 പ്ലസ് ഈ 1 lakh കൂടി കൂട്ടിയിട്ടുള്ളതാണ് ഫെബ്രുവരി ആയപ്പോൾ ക്യുമുലേറ്റീവ്. അങ്ങനെ നമ്മൾക്ക് ആ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് എത്തണ്ടേ, അതിന്റെ ഡാറ്റയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. മൂന്നാമത്തെ ഇപ്പൊ എനിക്കൊരു 2 ലക്ഷത്തിന്റെ കച്ചവടം നടന്നിട്ടുണ്ട് ടോട്ടൽ. അപ്പൊ ക്യുമുലേറ്റീവ് എത്രയും ഈ ഒരു 1 lakhന്റെ കൂടെ 2 ലക്ഷം കൂടി കൂട്ടി 380 ആയി. ഓക്കെ, 380 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഡാറ്റ ഇത്ര ഉള്ളു. ജസ്റ്റ് ഓരോ മാസത്തെയും നമ്മളിവിടെ കൊടുക്കാം, ക്യുമുലേറ്റീവ് എമൗണ്ടും കൊടുക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഏത് ദിവസം ഏത് മാസമാണ് നമുക്ക് ഇതായിട്ടുള്ളത്, എന്താണ് ഈ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള ഏത് ദിവസമാണ് നമ്മൾ ഡീരജിസ്റ്റേർഡ് ആയിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ പറ്റും FTA. അപ്പൊ നമ്മൾ ഇതേപോലെയാണ് എമൗണ്ട് കൊടുക്കാനുണ്ട്. ആ ഒരു മാസത്തെ ടോട്ടൽ സെയിൽ കൊടുക്കാം, ക്യുമുലേറ്റീവ് കൊടുക്കാം. ടോട്ടൽ സെയിൽ, ക്യുമുലേറ്റീവ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഞാനിത് സേവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, അതാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ട ടെംപ്ലേറ്റ് എന്ന് പറയാം. നമുക്കത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം, അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ഫില്ലഡ് ടെംപ്ലേറ്റ് കൊടുക്കാം. ലോഡ് കൊടുക്കാം. ഇവിടെ ഏറ്റവും താഴെ ടാക്സബിൾ സപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഒരു എക്സൽ ഫയൽ ആയിട്ട് കിടക്കുന്നുണ്ട്. ടാക്സബിൾ സപ്ലൈസിന്റെ ഫയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ കൊടുക്കാം. അതിപ്പോ അവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി താഴേക്ക് വരാം. നിങ്ങൾക്ക് ഇവിടെ ഒരു എമൗണ്ട് വന്നിട്ടുണ്ടാവും. 80,000 എമൗണ്ട് ആണ്. ടാക്സബിൾ സപ്ലൈസ് ഇൻ എനി പാസ്റ്റ് പീരീഡ് 12 months ഓർ ലെസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ടാക്സബിൾ സപ്ലൈസ് നെക്സ്റ്റ് 30 days എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടെ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കിപ്പോ 80,000 ടാക്സബിൾ സപ്ലൈ ഉള്ളൂ എന്ന് വെച്ചോ. അപ്പോ 3,75,000 ആയിട്ടില്ല. ഓക്കെ, എന്റെ ടാക്സബിൾ സപ്ലൈ 3 ലക്ഷം ആയിട്ടുള്ളൂ. 75,000 ഒരു കുറവും കൂടിയുണ്ട്. ഓക്കെ, പക്ഷെ എന്നാലും എനിക്ക് രജിസ്റ്റർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എപ്പോഴാ? എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു മാസം അടുത്തൊരു 30 ദിവസത്തിനുള്ളിൽ എനിക്ക് 3,75,000 കടക്കാൻ പറ്റും. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് എന്താ
ഇവിടെ എനിക്ക് എന്റെ എത്ര എനിക്കൊരു പർച്ചേസ് ഓർഡർ കിട്ടി, വലിയൊരു സെയിൽ ഓർഡർ കിട്ടി. അപ്പൊ എനിക്ക് എന്തായാലും ഒരു വലിയൊരു സെയിൽ നടക്കും, ഒരു 3 ലക്ഷത്തിന്റെ സെയിൽ നടക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ രജിസ്ട്രേഷൻ ക്രോസ് ആവും, 3,75,000 ക്രോസ് ആവും. അപ്പൊ നെക്സ്റ്റ് 30 ഡേയ്സിനുള്ളിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. കാരണം ഞാൻ ക്രോസ് ആവുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇങ്ങനെ 3 ലാക്ക് കൊടുത്തു. കുറവാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഓൾറെഡി ക്രോസർ ആണെങ്കിൽ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓൾറെഡി ക്രോസർ ആണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ക്യുമുലേറ്റീവ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ താഴെ പറയുന്നത് പ്ലീസ് ഡൗൺലോഡ് ദ ടെംപ്ലേറ്റ് ഓഫ് ടാക്സബിൾ എക്സ്പെൻസ്. നമ്മൾ നേരത്തെ കൊടുത്ത ടാക്സബിൾ സപ്ലൈസിന്റെ ആയിരുന്നു, ഇവിടെ ടാക്സബിൾ എക്സ്പെൻസിന്റെ ഡാറ്റ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വരും. അതും ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അപ്ലോഡ് ഫയൽ ടെംപ്ലേറ്റ് കൊടുക്കാം. ഇവിടെ ടാക്സബിൾ എക്സ്പെൻസ് കാണാൻ പറ്റും, അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതപ്പോ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്ലോഡ് ആയിട്ടുണ്ട്. അതിന്റെ ഇവിടെ താഴെ കണക്ക് കാണിക്കുന്നുണ്ട്, ജനുവരിയിൽ ഇത്ര, ഫെബ്രുവരിയിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞ് താഴെ കണക്ക് കാണിക്കുന്നുണ്ട്. ഇനി താഴേക്ക് വരാം, അത് നമുക്ക് ഇത് നെക്സ്റ്റ് 30 ഡേയ്സിനകത്തുള്ള ഡാറ്റ കൊടുക്കാം. ഓക്കെ, ക്രോസ് ചെയ്യുന്നില്ലെങ്കിൽ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് അറ്റാച്ച് ചെയ്യേണ്ടതാണ് അപ്ലോഡ് സ്കാനഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെന്ററി പ്രൂഫ് PDF വെർഷൻ ഓഫ് ദ അപ്ലോഡഡ് എക്സൽ. നമ്മൾ ഈ എക്സൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ലേ, ടാക്സബിൾ സപ്ലൈസും ടാക്സബിൾ ഇൻവോയ്സ് ഒക്കെ എക്സ്പെൻസ് ഒക്കെ, അതിന്റെ എന്താണ് ഒരു PDF ഫയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ടെംപ്ലേറ്റ് PDF ഫയൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അപ്ലോഡ് ഫയൽ കൊടുക്കാം. Upload scanned copies of documentary proof PDF version of the uploaded Excel template with the signature and seal authorizer signature. അപ്ലോഡ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡോക്യുമെന്ററി പ്രൂഫ് എക്സൽ ടെംപ്ലേറ്റ് സൈൻഡ് ആൻഡ് സീൽഡ് എന്നുള്ളത് കാണാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്ത് ഡോക്യുമെന്ററി പ്രൂഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഡോക്യുമെന്ററി പ്രൂഫ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് അപ്ലോഡ് സ്കാനഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെന്ററി പ്രൂഫ് പർച്ചേസ് ഓർഡർ ആൻഡ് കോൺട്രാക്ട്. പർച്ചേസ് ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അപ്ലോഡ് കൊടുക്കാം. അവിടെ പർച്ചേസ് ഓർഡറിന്റെ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. സിമ്പിൾ ആയിട്ടാണ്, നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്ലോഡ് സ്കാനഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെന്ററി പ്രൂഫ് സാമ്പിൾ എക്സ്പെൻസ് ഇൻവോയ്സ്. അത് നമ്മുടെ കമ്പനിയുടെ സാമ്പിൾ എക്സ്പെൻസിന്റെ ഒരു എക്സ്പെൻസ് ഇൻവോയ്സിന്റെ ഒരു സാമ്പിൾ കൊടുക്കാനാണ് പറയുന്നത്. അതേപോലെ തന്നെ സെയിൽസ് ഇൻവോയ്സിന്റെ ഒരു സാമ്പിളും കൊടുക്കാൻ പറയുന്നുണ്ട്. എക്സ്പെൻസിന്റെയും കൊടുക്കണം, സെയിൽസിന്റെയും കൊടുക്കണം. അതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എക്സ്പെൻസിന്റെ സെലക്ട് ചെയ്യാം. എക്സ്പെൻസ് ഇൻവോയ്സ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും, അത് ഓപ്പൺ ചെയ്യാം. അടുത്തത് സാമ്പിൾ സെയിൽസ് ഇൻവോയ്സ് ആണ്, അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സാമ്പിൾ സെയിൽസ് ഇൻവോയ്സ് സാമ്പിൾ കാണാൻ പറ്റും, അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ അറ്റാച്ച്മെന്റ് ഒക്കെ ഫസ്റ്റ് പാർട്ടിൽ അവിടെ തീർന്നു. താഴേക്ക് വരുമ്പോൾ എന്താണ് ഡേറ്റ് ഓഫ് വിച്ച് ത്രെഷോൾഡ് ലിമിറ്റ് ഫോർ ദ ടാക്സബിൾ സപ്ലൈ ആസ് എക്സീഡ്. ടാക്സബിൾ സപ്ലൈസ് എക്സീഡ് ചെയ്ത ഡേറ്റ് ആണ് എന്ന് വെച്ചാൽ നമ്മളെ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്തൊരു ഡേറ്റ് ഉണ്ടാവില്ലേ, അത് ഏത് മാസമാണ് എപ്പോഴാണ് ക്രോസ് ചെയ്തതാണ് ചോദിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ ഡേറ്റ് കാണണമെങ്കിൽ നമ്മളുടെ ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യാം. ത്രെഷോൾഡ് ലിമിറ്റ് എക്സീഡ് ഡേറ്റ് ഇവിടെ പറയുന്നത് 4/1/2025 ആണ്. ഓക്കെ, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം 04/01/2025. സോറി, 2025 04/01/2025. റീസൺ ഫോർ ചേഞ്ച് ഇൻ ഒബ്ലിഗേഷൻ ഡേറ്റ്. നമുക്ക് അവിടെ എന്തെങ്കിലും റീസൺ എന്തെങ്കിലും പറയുന്നത് നോക്കാം. ഇവിടെ ഡേറ്റ് ബിസിനസ് സെയിൽസ് ഗ്രോത്ത് എക്സീഡ് 3,75,000 ത്രെഷോൾഡ് ലിമിറ്റ് ഏർലിയർ ദാൻ പ്രൊജക്റ്റഡ്. അത് നമുക്ക് ഇവിടെ റീസൺ കൊടുക്കാം. ആ റീസൺ നമ്മൾ എന്താണ് ക്രോസ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു റീസൺ അവിടെ കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ പറയുന്നുണ്ട് ഓൺ വാട്ട് ഡേറ്റ് വുഡ് യു ലൈക്ക് ടു രജിസ്റ്റേർഡ്. നമുക്ക് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നമുക്കിപ്പോ രജിസ്ട്രേഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് രജിസ്റ്റർ ചെയ്യാം. എനിക്ക് ഞാൻ പറയുകയാണ് എനിക്ക് ഇപ്പൊ വേണ്ട, ഞാനിപ്പോ എന്തായാലും ഇപ്പോ ഫസ്റ്റ് ക്വാർട്ടർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്വാർട്ടറിൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ടാമത്തെ ക്വാർട്ടറിന്റെ ഡേറ്റ് ഇവിടെ കൊടുക്കാം. എനിക്ക് തീരുമാനിക്കാം എനിക്ക് എന്ന് മുതലാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതെന്നുള്ള ഒരു ഡേറ്റ് എനിക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ഡേറ്റ് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഉണ്ട് റിക്വസ്റ്റഡ് രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ 04/01/2025 ആണ്, ഫസ്റ്റ് ക്വാർട്ടർ ആണ്, ജനുവരി ഫെബ്രുവരി മാർച്ച്. എനിക്ക് രജിസ്ട്രേഷൻ വേണ്ടത് ഫസ്റ്റ് ക്വാർട്ടർ വേണ്ട, അടുത്ത ക്വാർട്ടർ തൊട്ട് മതി. ഓക്കെ, ഏപ്രിൽ 15-ാം തീയതി തൊട്ട് മതി. അപ്പൊ ഈ ഡേറ്റ് അവിടെ കൊടുക്കാം 15/04/2025. റീസൺ ഫോർ ചേഞ്ച് ഇൻ എഫക്റ്റീവ് ഡേറ്റ് അത് താഴെ പറയുന്നുണ്ട്. അലൈൻ വാറ്റ് രജിസ്ട്രേഷൻ വിത്ത് സ്റ്റാർട്ട് ഓഫ് ന്യൂ ഫിനാൻഷ്യൽ ക്വാർട്ടർ. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. പുതിയ ഫിനാൻഷ്യൽ ക്വാർട്ടർ മുതൽ മതി, അതവിടെ കൊടുത്തു. പിന്നെ നമുക്ക് എന്താണ് ഡ്യൂ എക്സ്പെക്ട് വാറ്റ് ഓൺ യുവർ എക്സ്പെൻസ്.
റെഗുലർലി എക്സീഡ് ദ വാറ്റ് ഇൻ യുവർ ടാക്സബിൾ സപ്ലൈ. ടാക്സബിൾ സപ്ലൈസിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വരാറുണ്ടോ? നമുക്കത് യെസ് കൊടുത്തേക്കാം. ഡു യു എക്സെപ്റ്റ് ടു മേക്ക് എക്സംപ്റ്റ് സപ്ലൈസ്? നമ്മൾ എക്സംപ്റ്റ് സപ്ലൈസ് ചെയ്യാറുണ്ടോ? അതും നമുക്ക് എന്താണ് ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കതും യെസ് കൊടുക്കാം. ഓക്കെ, എക്സംപ്റ്റ് സപ്ലൈസ് ചെയ്യാറുണ്ട്, യെസ് കൊടുക്കാം. ഡു യു വിഷ് ടു അപ്ലൈ ഫോർ എക്സംഷൻ ഫ്രം വാറ്റ്? നമ്മൾ എക്സംഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതും നമ്മൾക്ക് എന്താണ് യെസ് കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത്, അതും യെസ് കൊടുക്കാം. പിന്നെ താഴെ ഒരു 3 ഫയലും കൂടി അറ്റാച്ച് ചെയ്താൽ മൂന്നാമത്തെ ഈ ഒരു സ്റ്റെപ്പ് അവിടെ തീരും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പിനകത്ത് ലാസ്റ്റ് കുറച്ച് അറ്റാച്ച്മെന്റ് ആണ്. അപ്ലോഡ് കോപ്പി ഓഫ് യുവർ ഡീറ്റെയിൽഡ് ബിസിനസ് ഫ്ലോ ചാർട്ട്. ബിസിനസിന്റെ ഫ്ലോ ചാർട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്ലോഡ് ഫയൽ കൊടുക്കാം. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും. Excel template, standard supplies, and corporation of order. ഏറ്റവും താഴെ ബിസിനസ് ഫ്ലോ ചാർട്ട് ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് അപ്ലോഡ് കോപ്പി ഓഫ് യുവർ സാമ്പിൾ ഇൻവോയ്സ്. ഒരു സാമ്പിൾ ഇൻവോയ്സിന്റെ കോപ്പിയും കൂടി കൊടുക്കാനാണ് പറഞ്ഞത്. ഏറ്റവും താഴെ ഇവിടെ പറയുന്നത് സാമ്പിൾ ഇൻവോയ്സിന്റെ കോപ്പി. ഓക്കെ, നേരത്തെ നമ്മൾ എക്സൽ ഫയലാണ് കൊടുത്തത്, ഇവിടെ വേർഡ് ഫയൽ കൊടുക്കാം. അത് കൊടുത്തു. പിന്നെ അപ്ലോഡ് യുവർ കോപ്പി ഓഫ് ഡിക്ലറേഷൻ ലെറ്റർ ദാറ്റ് കമ്പനി ഹാസ് നോ സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈസ്. ഒരു ഡിക്ലറേഷൻ കൊടുക്കാനാണ് പറയുന്നത്, അത് നമുക്ക് അപ്ലോഡ് കൊടുക്കാം. അതും ഇവിടെ ഏറ്റവും ആദ്യം പറയുന്നുണ്ട്, ഡിക്ലറേഷൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈസ് എന്നുള്ളതിന്റെ ഒരു ഡിക്ലറേഷൻ കൊടുത്തു, ഓപ്പൺ കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആകെ കൊടുത്തിട്ടുള്ള ത്രഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്തു എന്നുള്ളതിന്റെ ടാക്സബിൾ സപ്ലൈസിന്റെ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ടാക്സബിൾ എക്സ്പെൻസിന്റെ കാര്യം നമ്മളവിടെ കൊടുത്തു. പിന്നെ നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത്, കുറച്ച് അറ്റാച്ച്മെന്റ് ആയിരുന്നു. പർച്ചേസിന്റെ ഓർഡറിന്റെ എന്തെങ്കിലും ഒരു ഫയൽ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സെയിൽസ് ഇൻവോയ്സിന്റെ സാമ്പിള്, എക്സ്പെൻസിന്റെ സാമ്പിള്, അതേപോലെ തന്നെ സൈൻ ചെയ്ത ഒരു ഡോക്യുമെന്ററി പ്രൂഫ് എന്തായാലും ഒരെണ്ണം എടുത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് എപ്പോഴാണ് ക്രോസ് ചെയ്തത്, 3,75,000 ക്രോസ് ചെയ്ത ഡേറ്റ് കൊടുക്കാം, അതിന്റെ ഒരു റീസൺ കൊടുക്കാം. എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഇപ്പൊ രജിസ്ട്രേഷൻ എടുക്കുന്നത്, 3,75,000 ക്രോസ് ചെയ്തുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. അതേപോലെ തന്നെ എപ്പോൾ മുതലാണ് ആപ്ലിക്കബിലിറ്റി എഫക്റ്റീവ് ഡേറ്റ് വരേണ്ടത്, ആപ്ലിക്കബിൾ ആവേണ്ടത് ഏത് ഡേറ്റ് മുതലാണ്, അതും കൊടുത്തു. അതിന് ഒരു റീസൺ കൊടുത്തു. താഴെ നമുക്ക് കുറച്ച് ഫയലും കൂടി അറ്റാച്ച് ചെയ്യാനുണ്ടായിരുന്നു. ബിസിനസിന്റെ ഫ്ലോ ചാർട്ട്, സാമ്പിൾ ഇൻവോയ്സ്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് റേറ്റ് ഇല്ല എന്നുള്ള അതിന്റെ ഒരു ഡിക്ലറേഷൻ കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കാം. അപ്പൊ മൂന്നാമത്തെ എലിജിബിലിറ്റി ഡീറ്റെയിൽ അവിടെ തീർന്നു. അത് നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് തീർക്കാം. ബാക്കിയുള്ളതൊക്കെ ഇനി എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ തീരും. കോൺടാക്ട് ഡീറ്റെയിൽ ആണ് ചോദിച്ചിട്ടുള്ളത്. കോൺടാക്ട് ഡീറ്റെയിൽസിനകത്ത് നമുക്ക് ആദ്യം കൺട്രി, അത് നമുക്കിവിടെ ഓൾറെഡി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. ബിൽഡിംഗ് നമ്പർ ചോദിക്കുന്നുണ്ട്. ഈ ബാക്കിയുള്ള ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള എല്ലാം നമ്മുടെ ഈ ഒരു വേർഡ് ഫയലിൽ ഉണ്ടാവും. കൺട്രി UAE ആണ്, അത് വന്നു. ഫാൽക്കൺ എഡ്ജ് ടവർ എന്നുള്ളത് ബിൽഡിംഗ് നെയിം കൊടുക്കാം, ഫാൽക്കൺ എഡ്ജ് ടവർ ആണ്. സ്ട്രീറ്റ് നെയിം ചോദിക്കുന്നുണ്ട്, അത് നമുക്ക് ഈ ഓഫീസ് ഷെയ്ഖ് സയ്യിദ് റോഡ് എന്നുള്ളത് കോപ്പി ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുത്തോ. ഞാനിപ്പോ ഏരിയ അടുത്ത് പറയുന്നത് ഏരിയ ബിസിനസ് പേ ഏരിയ എന്നുള്ളത് കൊടുക്കാം. സജിതേ പറഞ്ഞോളൂ. ഹലോ, കറണ്ട് ഇല്ലേ? അയ്യോ, നമുക്ക് പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇത് ഒറ്റ സെറ്റിൽ പോയി പ്രശ്നമാവും. ഇപ്പൊ മൊബൈലിൽ ഒന്ന് കണ്ടോ, എന്നിട്ട് എന്തായാലും റെക്കോർഡിങ്സ് കണ്ടിട്ട് ചെയ്താൽ മതി, ഒരുമിച്ച് ചെയ്താൽ മതി. മൊബൈലിൽ കണ്ടോളൂ. അല്ലെങ്കിൽ ഇപ്പൊ പകുതിക്ക് വെച്ച് നിന്നാൽ എല്ലാവരുടെയും കണ്ടിന്യൂഷൻ പോകും. പിന്നെ നാളെ വരുമ്പോ എല്ലാം മറിഞ്ഞു നടക്കും. ഓക്കെ, നമുക്കപ്പോ ഒരു ഏരിയ കൊടുക്കാം. ഏരിയ കൊടുത്തു. സിറ്റി കൊടുക്കാം. സിറ്റി നമുക്ക് വേണമെങ്കിൽ അബുദാബി എന്നുള്ള എടുത്ത് കൊടുക്കാം. എമിറേറ്റ്സ് അബുദാബി തന്നെ കൊടുക്കാം. കൺട്രി കോഡ് വയ്ക്കുന്നുണ്ട്. കൺട്രി കോഡ് നമുക്കിവിടെ മൊബൈലിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള കോഡില് +91 നമ്മളുടെ ഇതാണ്, +971 ആണ് അവിടെ. അത് കോപ്പി ചെയ്തു, കൺട്രി കോഡ് പേസ്റ്റ് ചെയ്തു. ഇവിടെയും കൺട്രി കോഡ് ഉണ്ട്. ഓക്കെ, ഇനി മൊബൈൽ നമ്പർ കൊടുക്കാം. 2 മൊബൈൽ നമ്പർ വേണം. ഒന്ന് ഈ മൊബൈൽ നമ്പർ അവിടെ കൊടുത്തു. പിന്നെ ലാൻഡ് ലൈൻ നമ്പർ അവിടെ ചോദിച്ചിട്ടുണ്ട്. ലാൻഡ് ലൈൻ നമ്പറും നമ്മൾക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അതും ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്താണ് എല്ലാം കൊടുക്കുന്നത്. ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല, എല്ലാം നമ്മുടെ ഡാറ്റ ഇവിടെ ഉണ്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്താണ് കൊടുക്കുന്നത്. മെയിൽ ID വെച്ചിട്ടുണ്ട്. മെയിൽ ID നമുക്കിവിടെ മെയിൽ ID കൊടുക്കാം. പോസ്റ്റ് ഓഫീസ് ബോക്സ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. PO നമ്പർ 123456 ആണ്. അതൊരു റഫായിട്ടുള്ള നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. കോൺടാക്ട് ഡീറ്റെയിൽ കൊടുത്തു. നമ്മളുടെ കമ്പനിയുടെ അഡ്രസ്സും മെയിൽ ID പോസ്റ്റ് ഓഫീസിന്റെ നമ്പറും. ഓക്കെ, ഇത്ര മാത്രം മതി. മൊബൈൽ നമ്പർ
ഓക്കെ, നമ്മുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, മെയിൽ ഐ ഡി, പോസ്റ്റ് ഓഫീസ് ബോക്സ് നമ്പർ, ഇത്രയും കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. അഞ്ചാമത്തെ ഡീറ്റെയിൽ ആണ് ബാങ്ക് ഡീറ്റെയിൽ ആണ്. ഓപ്ഷണൽ ആണ്, പക്ഷെ നമുക്കത് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് റീഫണ്ട് ഒക്കെ കിട്ടണമെങ്കിൽ ഇതിവിടെ കൊടുത്താലേ നമുക്ക് റീഫണ്ട് ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, വാറ്റ് റിസീവബിൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ കൊടുക്കണം. എമിറേറ്റ്സ് MBD ആണ് ബാങ്കിന്റെ പേര്. അപ്പൊ ഫസ്റ്റ് തന്നെ കൺട്രി UAE തന്നെയാണ്. ബാങ്ക് നെയിം എമിറേറ്റ്സ് MBD കൊടുക്കാം. ബ്രാഞ്ച് നെയിം അവിടെ ചോദിച്ചിട്ടുണ്ട്. അബുദാബി മെയിൻ ബ്രാഞ്ച് ആണ്, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അബുദാബി മെയിൻ ബ്രാഞ്ച്. അക്കൗണ്ട് ഹോൾഡറിന്റെ പേര് ചോദിക്കുന്നുണ്ട്. ഫാൽക്കൺ ടെക് ആണ്. ഫാൽക്കൺ ടെക് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, അതും നമുക്ക് ഇവിടെ നിന്ന് റഫായിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ട്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 0 മുതൽ 901 വരെ ഉണ്ട്. എലിജിബിലിറ്റി കറൻസി ഫോർ റീഫണ്ട്. റീഫണ്ട് ഒക്കെ കിട്ടണമെങ്കിലാണ് അക്കൗണ്ട് കൊടുക്കണേന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, എലിജിബിലിറ്റി കറൻസി, നമ്മളുടെ കറൻസി ഏതാണ്? AED ആണ്. അപ്പൊ അതും കൂടി നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി അറ്റാച്ച്മെന്റിന്റെ അധികം കാര്യങ്ങളൊന്നും വരുന്നില്ല, ആകെ ഒരു അറ്റാച്ച്മെന്റ് ഇവിടെ വരുന്നുള്ളൂ. അപ്ലോഡ് കോപ്പി ഓഫ് ബാങ്ക് വാലിഡേഷൻ ലെറ്റർ. ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു വാലിഡേഷൻ ലെറ്റർ ഉണ്ടാകും. നമ്മളുടെ പേര്, നമ്മളുടെ അക്കൗണ്ട് നമ്പർ, നമ്മളുടെ IFSC കോഡ് പോലത്തെ കോഡുകൾ, ഇതെല്ലാം ബാങ്കിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ബാങ്കിന്റെ സീലൊക്കെ ഉള്ള ഒരു വാലിഡേഷൻ ലെറ്റർ ഉണ്ടാവും. അത് നമ്മൾ ബാങ്കിൽ നിന്ന് ചോദിച്ചാൽ കിട്ടും. അത് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്ലോഡ് ഫയലിനകത്ത് ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് വാലിഡേഷൻ ലെറ്റർ കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതങ്ങനെ അപ്ലോഡ് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. അപ്ലോഡ് കൊടുത്തു കഴിയുമ്പോൾ അപ്പൊ ഇവിടെ ആകെ അഞ്ചാമത്തെ സ്റ്റെപ്പിനകത്ത് ആകെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യമാണ്. ബാങ്ക് ഡീറ്റെയിൽ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കൊടുക്കാം. ആറാമത്തെ ഡീറ്റെയിൽസിനകത്ത് അഡീഷണൽ ഡീറ്റെയിൽ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡു യു ഇന്റന്റ് ടു ഇമ്പോർട്ട് ഗുഡ്സ് ഓർ സർവീസ്? നമുക്കൊരു ഇന്റൻഷൻ ഉണ്ടോ? നമ്മൾ ഗുഡ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യും, സർവീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യും, വെറുതെ ഇരിക്കില്ല, നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കത് യെസ് കൊടുക്കാം. അപ്പോ രണ്ടാമത് വെച്ചിട്ടുണ്ട് ഡു യു മൈൻഡ് ഇന്റന്റ് ടു എക്സ്പോർട്ട് ഗുഡ്സ് ഓർ സർവീസ്? അതൊക്കെ നമുക്ക് എന്താണ് യെസ് കൊടുക്കാം. ഞാനത് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ട് യെസ് ആണ്, എക്സ്പോർട്ട് ചെയ്യുന്നതും യെസ് ആണ്. കസ്റ്റംസ് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അതും യെസ് ആണ്. അത് മൂന്നും യെസ് കൊടുക്കാം. കസ്റ്റംസ് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ? യെസ്. ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ? യെസ്. എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ? യെസ്. ഓക്കെ, ഇത് മൂന്ന് യെസ് കൊടുത്തു. ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. കസ്റ്റംസ് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രം ഇത് ഫില്ല് ചെയ്താൽ മതി, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, അത് നോക്കിയിട്ട് വേണം കൊടുക്കാം. നമ്മൾ ഏത് കമ്പനിയുടെ ആണോ ചെയ്യുന്നത് അതേപോലെ വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഒന്നുമില്ല, നെക്സ്റ്റ് കൊടുക്കാം. അടുത്തതൊരു റിവ്യൂ ആൻഡ് ഡിക്ലറേഷൻ ആണ്. നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. എൻറ്റിറ്റി ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം ഇവിടെ വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽ ഉണ്ട്, അതും നമ്മൾ കൊടുത്ത് വന്നു. എലിജിബിലിറ്റി ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത കുറെ അറ്റാച്ച്മെന്റിന്റെ കൂടെ കൊടുത്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ എപ്പോഴാണ് എക്സീഡ് ആയി, എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ളത്. ബാക്കിൽ കോൺടാക്ട് ഡീറ്റെയിൽ ഉണ്ട്, ബാങ്ക് ഡീറ്റെയിൽ ഉണ്ട്. ഇതെല്ലാം ശരിയാണോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് താഴേക്ക് വരാം. ഐ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇസ് ട്രൂ. അത് ടിക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻ പോലെ ആ ഒരു ഡിക്ലറേഷൻ ടിക്ക് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്താൽ അവിടെ തീർന്നു. ഓക്കെ, സബ്മിറ്റ് കൊടുത്താൽ അത് തീർന്നു. ഇത്രയേ ഉള്ളൂ നമുക്ക് രജിസ്ട്രേഷൻ എന്ന് പറയാം. ഫയലിംഗ് നമുക്ക് നാളെ എടുക്കാം. ഇതിപ്പോ രജിസ്ട്രേഷൻ ആണ്. ഒരു പാർട്ടിനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നു, ഇത്രയും അധികം കാര്യങ്ങൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട്. നേരെ സബ്മിറ്റ് കൊടുക്കാം. ഫോം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വരും. ഇത്രേ ഉള്ളൂ നമുക്ക് ഒരാളെ സബ്മിറ്റ് ചെയ്യാനായിട്ട്. ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നു. റെഫറൻസ് നമ്പറും ഡേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുക. ഇനി ഒരാഴ്ച 7 ദിവസത്തിനുള്ളിൽ എന്താണ് നമുക്ക് ഒരു TRN നമ്പർ ഒക്കെ കിട്ടും. ഓക്കെ, ഇത്രേ ഉള്ള ഒരാളെ രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ഡോക്യുമെന്റുകൾ നമ്മൾ സംഘടിപ്പിച്ച് വെക്കണം. ഇപ്പൊ ഞാൻ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഇവിടെ ചെയ്തിട്ടുള്ള അത്യാവശ്യം എല്ലാവരും മാൻഡേറ്ററി ആണ്. അതിനൊരു മാൻഡേറ്ററി ഫീൽഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു. പക്ഷെ എന്നാലും രജിസ്റ്റർ ചെയ്യുമല്ലേ, രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തായാലും വേണം. ബാങ്ക് അക്കൗണ്ട് ഒക്കെ മാത്രമേ ഓപ്ഷണൽ ഉള്ളൂ. ബാക്കി എല്ലാവരും നമ്മളോട് കൊടുക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ബാങ്ക് അക്കൗണ്ട് ഓപ്ഷണൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം നമ്മളുടെ ത്രഷോൾഡ് ലിമിറ്റും കാര്യങ്ങളും നമ്മൾ ടാക്സബിൾ സപ്ലൈ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തായാലും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം. അത് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ കറക്റ്റ് ആവുള്ളൂ, അപ്രൂവ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ ഫയലും കൊടുക്കേണ്ടി വരും. ഇപ്പോ ട്രെയിനിങ്ങിന്റെ പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാ ഫയലും ക്വസ്റ്റ്യൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു ജോലിയൊക്കെ കയറി കഴിയുമ്പോൾ അവിടെ വെച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾ ആ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എല്ലാം വാങ്ങിച്ചിരിക്കണം. ഇതെല്ലാം വാങ്ങിച്ചിരിക്കണം. ഓൾമോസ്റ്റ് ഇതെല്ലാം ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണ് ചെയ്യുന്നത്.
അപ്പോ നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ചെയ്യാൻ വരുവാണെങ്കിൽ ഇതേപോലെ ആയിരിക്കണം. രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, വാറ്റ് ഫയലിംഗ് നിങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം ചിലപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇതൊക്കെ ചെയ്ത് പഠിക്കുവാണെങ്കിൽ, ട്രെയിനിങ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ, എത്ര വേണമെങ്കിലും ചെയ്ത് പഠിച്ചു ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ സാധാരണ ഒരു കമ്പനിയിലാണ് കയറുന്നതെങ്കിൽ ഈ രജിസ്ട്രേഷൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, പക്ഷെ വാറ്റ് ഫയലിംഗ് ഉണ്ടാവും. അത് നമുക്ക് നാളത്തേക്ക് നോക്കാം. അപ്പോ ഇത്രേ ഉള്ളൂ, ഒരു 7 സ്റ്റെപ്പാണ് നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാനായിട്ടുള്ളത്. അപ്പോ ചെയ്യാത്തവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് ടാക്സബിൾ പേഴ്സൺ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ രജിസ്റ്റർ ചെയ്യരുത്, കാരണം അവരുടെ ഡീറ്റെയിൽ നമ്മളുടെ ഇല്ല. നമ്മളുടെ ആദ്യം പ്രിസിഷൻ എന്ന് പറഞ്ഞത് വെച്ചിട്ട് ആഡ് ചെയ്യാം. രണ്ടാമത് ഫാൽക്കൺ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഫാൽക്കണിന് രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടും ഒന്ന് ചെയ്ത് നോക്കാം. വേറെ ഏതെങ്കിലും പ്രാക്ടീസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്ത് നോക്കിയോ. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ബോട്ട് ഉള്ളത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടോ അതൊക്കെ ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ അത്രേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ ചോദിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഫീൽഡ് എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ അറിയാനായിട്ടാണെങ്കിൽ ചോദിച്ചാൽ മതി. ചെയ്ത് വരുമ്പോഴേ എന്തെങ്കിലും ഡൗട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോ താങ്ക് യു. നമുക്ക് ഇന്ന് ഇത്രേ ഉള്ളൂ. നാളെ ഫയലിംഗ് നോക്കാം.